സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമ തന്നെ കണ്ട ഏറ്റവും വലിയ പണം വാരി പടം ആവുകയാണ് ഒടിയൻ. ഒടിയൻ മികച്ച തിയേറ്റർ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ചിത്രം ആദ്യ ദിവസങ്ങളിൽ കനത്ത ഡീഗ്രേഡിങ്ങിനും നെഗറ്റീവ് റിവ്യൂസിനും ഇരയായിരുന്നു. ഒടിയൻ സംവിധായകൻ VS ശ്രീകുമാർ നൽകിയ അമിത ഹൈപ്പാണ് ഇതിന് കാരണമെന്നായിരുന്നു പലരും പറഞ്ഞത്. ഈ ഒടിയൻ എഫക്റ്റ് മറ്റ് സിനിമകളുടെ പ്രമോഷനെയും സ്വാധീനിച്ചെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബിഗ് ബജറ്റ് സിനിമയായിട്ട് കൂടി തൻ്റെ സിനിമകളെക്കുറിച്ച് പ്രമോഷൻ പരിപാടികളിൽ വാചാലനാകുന്ന പൃഥ്വി കഴിഞ്ഞ ദിവസം 9 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. കോംപ്ലക്സിറ്റി കൂടുതലുള്ള ഒരുപാട് ലേയേഴ്സുള്ള കഥാപാത്രമാണ് എൻ്റേത്. എന്നെക്കൊണ്ട് ആവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനിക്കട്ടെ, പൃഥ്വിരാജ് പറഞ്ഞു. തൻ്റെ സിനിമകളെക്കുറിച്ച് റിലീസിങ്ങിന് മുമ്പ് ഒരുപാട് ആധികാരികമായി പ്രശംസിച്ച് സംസാരിക്കുന്ന പൃഥ്വിയാണ് എല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് സിമ്പിളായി പറയുന്നത്. ഇനി 21ാം നൂറ്റാണ്ട് എന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രത്തെക്കുറിച്ച് അരുൺ ഗോപി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സത്യസന്ധമായി പറയാം, യാതൊരു വിധ ടെസ്റ്റുമില്ലാത്ത സിനിമയാണ് കേട്ടോ. 25ാം തീയതി കഴിയുമ്പോൾ അറിയാം എന്താകുമെന്ന്. നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ ഇരുന്നിട്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. 25ാം തീയതി തിയേറ്ററിൽ വന്ന് കാണട്ടെ ആൾക്കാർ, അരുൺ ഗോപി പറഞ്ഞു. എന്താണെങ്കിലും ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ കൊടുക്കാൻ അണിയറ പ്രവർത്തകർ ഭയക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.